തലേന്ന് രാത്രിയിൽ അവിടെ നിന്ന് മിക്സി എടുക്കാൻ വന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മോനെ പിന്നെ തരാമെന്ന്. അങ്ങനെ പോയതാ എൻ്റെ പൊന്നു മോൻ. എപ്പം പോയാലും ക്ഷമയും ക്ഷമ. ഭയങ്കര സ്നേഹമായിരുന്നു പൊന്നു മോന്. കഴിഞ്ഞ ദിവസം ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നത്. മിഥുനെ അറിയില്ലേ? അറിയാം, എൻ്റെ അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് അച്ഛമ്മ താമസിക്കുന്നതും മറ്റു കുഴപ്പമൊന്നുമില്ല. തലേന്ന് രാത്രിയിൽ അവിടെ നിന്ന് മിക്സി എടുക്കാൻ വന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മോനെ പിന്നെ തരാമെന്ന്. അങ്ങനെ പോയതാ എൻ്റെ പൊന്നു മോൻ. എപ്പം പോയാലും ക്ഷമയും ക്ഷമ. ഭയങ്കര സ്നേഹമായിരുന്നു പൊന്നു മോന്. അല്ലാതെ ഒരു കുഴപ്പമില്ല. എല്ലാവരുടെയും അടുത്ത് വലിയ കാര്യമാണ്. അതേയുള്ളൂ മോനെ, അല്ലാതെ ഒന്നുമില്ല. കുഞ്ഞിനെ കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ ഇറങ്ങിയപ്പോഴാണ് അച്ഛമ്മ കിടന്ന് വിളിച്ചു പോകുന്നു. അപ്പം ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ ഒരു അമ്മയ്ക്ക് ഇതുപോലെ സുഖമില്ലാതെ കിടക്കും. അന്നേരം ഞാൻ വിചാരിച്ച എന്തോ അവിടെ വല്ല ഇതായിരിക്കും എന്ന് ചെന്നപ്പോൾ ഇങ്ങനെ സംഭവം ഇന്ന അറിയുന്നത് സംഭവം ഇതാന്നുള്ള കാര്യം. അങ്ങനെ പിന്നെ അങ്ങനെ ഞാനും ഭയങ്കര കാര്യത്തിന് പിന്നെ എന്നും അറിയാൻ എനിക്ക് പിന്നെ ബോധമില്ലാതായിപ്പോയി. ഇവിടെ വന്നപ്പോഴേ എനിക്ക് ഓർമ്മയുടെ പോലെ വന്നായിരുന്നു. എൻ്റെ കാല് കമ്പിയിട്ട് കിടക്കും. അവിടെ നിന്ന് ബന്ധം എങ്ങനെയാ? കുടുംബമായിട്ടുള്ള ബന്ധം കുഴപ്പമൊന്നുമില്ല മോനെ. നല്ല ഇതാ. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. പയ്യൻ്റെ അമ്മ വിദേശത്താണ്. വിദേശത്താണ്. നല്ല കുഴപ്പമൊന്നുമില്ല മോനെ. കുറച്ച് മാസമായിട്ടുള്ളൂ പോയിട്ട് അവിടെ പെരയൊക്കെ കണ്ടില്ലേ മോനെ. അതൊക്കെയാ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇത് വളർന്നു വന്നിട്ട് വേണ്ടായ മോനെ. നമ്മളൊരു പ്രതീക്ഷയല്ലയോ എല്ലാ കാര്യത്തിനും. എനിക്ക് 2 പെൺമക്കളാണ്. കുഞ്ഞില്ലാത്ത എൻ്റെ വിഷമം എനിക്കുമുണ്ട് സത്യം. എൻ്റെ ഈ മോനെ മോനെയായാലും എൻ്റെ പെറ്റം പ്രസവിക്കാൻ മോനെ എന്ന പോലെ ഞാൻ കാണുന്നത്. വേറൊന്നുമല്ല. എൻ്റെ ഒരാങ്ങളെ ഇതുപോലെ കഴിഞ്ഞിടയ്ക്ക് മരിച്ചത്. സുഖമില്ലാതെ വന്ന് എനിക്ക് അന്നേരം ആ ചിന്ത ഓർമ്മയാണ് എൻ്റെ പൊന്നുമോൻ്റെ കാര്യം. അല്ലാതെ വേറൊരു കുഴപ്പമില്ല മോനെ. എന്നെ മുത്തുങ്ങളെയും കൊണ്ട് ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ അപ്പുറത്ത് അച്ചാമ്മയൊക്കെ താമസിക്കുന്ന തൊട്ട് പടിഞ്ഞാറ്റല്ലേ മോനെ. ഇതിൻ്റെ താഴെ ഒരു പയ്യന് കൂടി ഉണ്ടല്ലേ? എന്തോ ഉണ്ട് മോനെ. അത് 5-ലാന്നോ 4-ലാന്നോ കണ്ടാ പഠിക്കുന്നത്. കൊച്ചാരും അനിയൻ കുഞ്ഞ്. അല്ലാതൊന്നും ഇല്ല. ഇനിയിപ്പോൾ അമ്മ ഇപ്പോൾ വിദേശത്തു നിന്ന് വന്നിട്ട് വേണം ഇപ്പോൾ സംസ്കാരമൊക്കെ അടക്കാനും. ഇന്നോ നാളെയും കണ്ട് കൊണ്ടുവരുമെന്ന് പറയുന്നത്. ഇന്നോ നാളെയെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ പറയുന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതാ മോനെ. അവിടെ നിന്ന് കൂട്ടിനെ ആനെ അങ്ങോട്ട് പിടിച്ചു. സങ്കടമാ മോനെ, ഭയങ്കര സങ്കടമാണ്. നാളെ ഇനി അങ്ങനെ നിൽക്കുമെന്നുള്ളത് അറിഞ്ഞൂടാ. എനിക്ക് നടക്കാൻ വയ്യാതെ ഞാൻ ഇതിനെയും പിടിച്ചുകൊണ്ട് വന്നതാ. പിടിച്ചുകൊണ്ട് നടന്നു പോകാൻ. Subscribe to One India and never miss an update.